നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് പോവാണ്. ഫുൾ ഫാമിലി, എൻ്റെ ഫാമിലി ഉണ്ട്, മൊത്തം 14 പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്ലൈറ്റും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രിപ്പാണ്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സച്ചിനാണ് ഇത് ഫുൾ പ്ലാനിങ്ങും കോർഡിനേഷനും ഒക്കെ സച്ചിനായിരുന്നു. സച്ചിൻ, അതിനെപ്പറ്റി എന്തെങ്കിലും നിനക്ക് എന്താ അഭിപ്രായമുള്ളത്? നല്ലതാണ്, ഫാമിലി എല്ലാവരും ഉണ്ട് കൂടെ. അവനത്രേ പറയത്തുള്ളൂ. അപ്പം ഇതാണ് പുതിയ കപ്പിൾസാണ്. അപ്പോൾ സുനു ഉണ്ട്, അപ്പം അമലും ഉണ്ട്. അപ്പം അമല് പറ, എൻ്റെ മുഖത്ത് നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ പറ. നല്ല ട്രിപ്പാണ്, തുടങ്ങിയതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അമല്, ഇത് സുനു, ബാലുദേ ഇവിടെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന വേണമെങ്കിൽ നിൽപ്പുണ്ട്. ഉണ്ട്. അവിടെ 2 പേരും മാറിയിപ്പുണ്ട്. വിഷ്ണു ആൻഡ് വിഷ്ണു ഫാമിലി. ഇവർക്ക് മാത്രം സീറ്റ് ഒത്തിരി ദൂരമായിട്ടിരിക്കുന്നത് ഇല്ലേ മോളെ? ഓ ജാട, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും ഒരു അഭിപ്രായമില്ല. കയറിക്കോ, കയറി. ചേട്ടാ, ഈ ട്രിപ്പിനെ പറ്റി എന്താ പറയാ നമ്മളെ? എല്ലാവിധ ഭാവങ്ങളും അതാണ് പറയാനുള്ളത്. ഈ ട്രിപ്പിനെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താ? വളരെ നല്ല ട്രിപ്പാണ് സാർ, എൻജോയ്മെന്റ് ആയ ട്രിപ്പ് എന്റെ ജീവിതം ഉണ്ടായിട്ട്. അതല്ലേ, നിനക്ക് ബാലുവിന് അമലിന് എന്തെങ്കിലും പറയാൻ? നല്ല രസം. സച്ചുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേടാ? എന്താണ് ഇനിയും ചെക്കിനിലേക്ക് പോകും അല്ലേ? ഡിലേ ഉണ്ട്, ഫ്ലൈറ്റ് ഡിലേ 30 മിനിറ്റ്സ് ഡിലേ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് എല്ലാവരും പലരും കയറാത്തവരുണ്ട്, എന്നാലും എല്ലാവരും ഒരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മളെ ബോർഡിംഗ് പാസ് കഴിഞ്ഞു, ഇനിയിപ്പം നേരെ ചെക്കിനിലേക്ക് പോവാണ്. അപ്പോൾ ചെക്കിൻ കഴിഞ്ഞിട്ട് 2 പേരുടെ ബാഗ് വിടാറുണ്ട്, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ചെക്കിൻ കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിലെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ സമയത്തെ CS മാൻ ചോദിച്ചു, നിനക്ക് എന്നാണ് ട്രിപ്പ് പോകുന്നതിനൊരു മൂടില്ലാത്ത? അതിനാണ് മൂടില്ലാതായി പോയി, നീ ട്രിപ്പ് പോകാൻ തോന്നുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചെക്കിൻ കഴിഞ്ഞ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഗേറ്റ് നമ്പർ 4 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗേറ്റ് നമ്പർ 4ലേക്ക് പോവാണ്. ഇവിടെ വന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. 10 മണിക്കാണ്, 10:30 ഇപ്പോൾ 9 മണിയായിട്ടേ ഉള്ളൂ. ഇനി 1.5 മണിക്കൂർ ലാഗായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷാണ്. 14 പേരിൽ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ എവിടെ ക്യൂ കൂട്ടുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെയോ സാധനം മേടിക്കാനും പർച്ചേസിനൊക്കെ ആയിട്ട് അവരെ ഇന്ന് അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും വിഷ്ണു സതീഷാണ്, ബാക്കി എല്ലാവരും കറങ്ങാൻ പോയിരിക്കുക. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിനകത്തെ കാഴ്ചകളാണ്. അപ്പം ഫ്ലൈറ്റിനകത്തേക്ക് ഓക്കെ. നമ്മൾ പാറോസിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവളോട് ചിരിക്കാൻ പറയുന്നത് അവൾ ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ അവളോട് ഫോട്ടോ എടുക്കാൻ പറയുമ്പോഴത്തേ അവൾ ഈ ചിരിയാണ് ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസ് ആക്കി. പിന്നെ അപ്പോൾ നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. ഞാൻ വിഷ്വൽസ് കാണിക്കാം. ഫ്ലൈറ്റിലേക്കുള്ള എൻട്രിയാണിത്. ഉള്ളിലേക്ക് കയറാം. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങളെ ഏറ്റവും പുറകില്ല ലാസ്റ്റിലായി പോയി. നീ ക്യാമറയും കൊണ്ടാണ് ഇരിക്കുന്നത്. നിന്റെ സീറ്റ് എത്രയാണ്? 18.
19. ഇവിടെ കയറി ഇരിക്കുന്നു. അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം നീ വിഷ്ണു വേറെ എവിടെ ഇരിക്കുന്നില്ലേ? അപ്പം നീ ഇവിടെ സീറ്റ് പിടിച്ചില്ലേ? ഇത് 19 ഇവിടെ. അല്ല, നീ ഇവിടെ സീറ്റ് പിടിച്ചില്ലേ? നീ പറഞ്ഞ നീ നിൽക്കുവാടി ഇരിക്കടി. ആൾക്കാർ നമ്മളെ ഫ്ലൈറ്റിൽ കയറി ഇരിപ്പായി. എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം സീറ്റിങ് എല്ലാവരും അമ്മ കൊണ്ട് നോക്കി. ഫ്ലൈറ്റിനകത്ത് ആദ്യമായിട്ടില്ല കയറുന്നത്. ഓരോരുത്തരെയും അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് അരമണിക്കൂർ ലേറ്റായി ഫ്ലൈറ്റ്. അപ്പം അവിടെ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെയും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൾറെഡി ലേറ്റാണ്. ബാംഗ്ലൂർ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിൽ എക്സിറ്റിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് അച്ഛനൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. പക്ഷേ അച്ഛനെ നടക്കാൻ മേലാത്തതുകൊണ്ട് വീൽ ചെയറിലായതുകൊണ്ട് അച്ഛനെ മാത്രം വേറെ ഒരു ബസ്സിലാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്താൽ മതി. എക്സിറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്താൽ മതി, അവരെ എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരെ ഞങ്ങളെല്ലാവരും കൂടെ, ബാക്കിയുള്ള എല്ലാവരും കൂടെ നേരെ പുറത്തേക്ക് വന്നതാണ്. ഈ ബസ് വന്നിരിക്കുന്നത് അച്ഛനെയും കൊണ്ട് മാത്രമാണ്. അച്ഛൻ ഭയങ്കര എക്സിക്യൂട്ടീവായിട്ടാണ് ഈ വണ്ടിയിൽ വന്നിറങ്ങിയത്. അച്ഛനെ നടക്കാൻ മേലാത്തതുകൊണ്ട് നമ്മൾ വീൽ ചെയറിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ടീം നടന്നു വരുന്നുണ്ട്. ഒരു ഫ്ലൈറ്റിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് എൻ്റെ ടീം നമുക്ക് ഇപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഒരു ക്യാമറാമാനാണ് ഈ പോകുന്നത്. പുള്ളി അല്ലേ അടുത്ത ഗോപ്രോയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് അതിന് സെറ്റപ്പാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചു. ഇത് ഫുള്ള് ചൂരലാണെന്നുള്ളത്. ചൂരൽ വെച്ചാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാട്ടിൽ നിൽക്കുന്ന 2 ആന. കളർ ബ്ലാക്ക് അല്ലെന്നേ ഉള്ളൂ, ചൂരലിൻ്റെ കളറാണ്. ഇവിടെ ആൾക്കാർ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ സെക്ഷനൊക്കെയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഒരു ആനയുടെ ഇതുണ്ട്. ഞാൻ എൻ്റെ വിഷ്വൽസ് കാണിച്ചത്. ഞാൻ നേരത്തെ നമ്മുടെ കെമ്പോഡ് എയർപോർട്ടിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നത് ഇവിടെ ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ചെടികളാണ് നട്ടത് അല്ലേ. ആനക്കുട്ടിയുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനല്ല, എല്ലാവരും നമ്മുടെ ആ വാതിലിൻ്റെ അവിടെ എക്സിറ്റിലേക്ക് പോകണം. വാതിലിൻ്റെ അവിടെ പോയി എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ ഉണ്ട്. വെൽക്കം ടു ബാംഗ്ലൂർ. അതായത് നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഇവർ ഒരു ബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് ഫസ്റ്റ് ഡേ ഫ്ലൈറ്റിലായിരുന്നു. സെക്കൻഡ് ഡേ മൈസൂരിലേക്കാണ്. അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ടീമായിട്ട് മാറി. അപ്പോൾ ഞാനും അമ്മൻ്റെ കയ്യിലും ബാഗുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. അച്ഛനെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾ പുള്ളിച്ച് സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. അതായത് അമ്മയും ബാക്കിയുള്ളവരെല്ലാം അമ്മയ്ക്ക് നടക്കാൻ മേലാത്തതുകൊണ്ട് അമ്മ പെരുക്കാൻ നടക്കുന്നത്. ബാക്കി എല്ലാവരും അമ്മയുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി സ്പീഡിൽ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടില്ല, ഈ ലൈറ്റ് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിലുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സിറ്റ് ആയതുകൊണ്ട് ഒത്തിരി വിഷ്വൽസ് നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കെമ്പോഡ ടെർമിനൽ 2. നമുക്കിപ്പം ടെർമിനൽ 2-ലാണ് എത്തിയത്. എന്നാലും കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് ചെയ്യാം.
അത് നമ്മുടെ വണ്ടി അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, AB പാർക്കിങ്ങിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രാവലർ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് 13 സീറ്ററാണ്. പുള്ളിയോടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. പുള്ളിയുടെ അടുത്തേക്കാണ് പോകുന്നത്. अरे अरे थोड़ा सा ठीक कर लीजिए वरना वो चार्जेस स्टार्ट हो जाएंगे. आओ ഫൈൻ ഫൈൻ ഓക്കെ ഷുവർ. ഈ വണ്ടിയിലാണ് നമ്മൾ മൈസൂർ വരെ പോകുന്നത്. വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ എത്തുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള വീഡിയോ അടുത്ത 2 പാർട്ടായിട്ടിടാം. ഓക്കെ.